ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കുന്നത് അടുത്ത തിയറിയാണ്, അതായത് മോണ്ടിസോറി മെത്തഡോളജി എന്ന് പറയുന്ന തിയറിയാണ്. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് ബയോഗ്രഫി ഓഫ് ഡോക്ടർ മരിയ മോണ്ടിസോറിയാണ്. അപ്പോൾ നമുക്ക് ഡോക്ടർ മരിയ മോണ്ടിസോറിയെ ശിശു വിദ്യാഭ്യാസത്തിലെ വിപ്ലവകാരിണി എന്ന് പറയാവുന്നതാണ്. അതായത് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ പാകിയ ഒരു മഹത്തായ വ്യക്തി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചിന്തകയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. ഇനി ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ ബാല്യം മുതൽ ഡോക്ടറേറ്റ് വരെയുള്ള കാലങ്ങൾ നമുക്ക് നോക്കാം. അതായത് പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. 1870 ഇറ്റലിയിലെ ചിയാരേവല്ലയിൽ ജനിച്ച മരിയ സ്ത്രീകൾക്ക് അപൂർവമായിരുന്നൊരു മെഡിക്കൽ വിദ്യാഭ്യാസം നേടാൻ നിശ്ചയദാർഢ്യം കാട്ടി. സാമൂഹിക തടസ്സങ്ങളെയും പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതികളെയും മറികടന്ന് 1896 ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായി മാറി ഡോക്ടർ മരിയ മോണ്ടിസോറി. സാമൂഹിക നീതി, സ്ത്രീ ശാക്തീകരണം, കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയിൽ അഗാധമായ താല്പര്യം പുലർത്തിയിരുന്നു ഡോക്ടർ മരിയ മോണ്ടിസോറി. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞത് ചരിത്രത്തിലെ വലിയൊരു നിമിഷമായി കണക്കാക്കപ്പെടുന്നു. കുട്ടികളുടെ മനസ്സ് പഠിക്കാൻ തുടക്കം എങ്ങനെയാണ്? അദ്ദേഹം കാസാ ദി ബാബിന്, അതായത് 1907 ജനുവരി 6 റോമിലെ സാൻ ലോറൻസോ ജില്ലയിൽ ആദ്യത്തെ കുട്ടികളുടെ വീട് അഥവാ ചിൽഡ്രൻസ് ഹൗസ് ആരംഭിച്ചു. ദരിദ്രരായ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ഈ സ്ഥലം വിദ്യാഭ്യാസത്തിൻ്റെ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു കാസാ ദി ബാബിനിയിൽ സ്വതന്ത്രമായി പഠനം കൊടുത്തിനുള്ളൊരു അവസരമുണ്ടായിരുന്നു. അതായത് കുട്ടികൾ സ്വയം പഠിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുള്ളവരാണെന്ന് ഡോക്ടർ മരിയ മോണ്ടിസോറി കണ്ടെത്തി. അധ്യാപകൻ്റെ നിർദ്ദേശങ്ങൾക്കപ്പുറം സ്വയം അന്വേഷിക്കാനുള്ള അവസരം നൽകുമ്പോൾ കുട്ടി അത്ഭുതകരമായ പുരോഗതി കൈവരിക്കും എന്നും ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുകയുണ്ടായി. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള വളർച്ച, അതായത് കുട്ടികളുടെ സ്വാഭാവിക കൗതുകത്തെയും താല്പര്യങ്ങളെയും പിന്തുണയ്ക്കുന്ന പരിസ്ഥിതി സൃഷ്ടിച്ചു. അതായത് കുട്ടികൾക്കിടെ ആവശ്യത്തിന് അനുസരണമായ കളിക്കോപ്പുകൾ അഥവാ നമുക്ക് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുകയുണ്ടായി. നിർബന്ധിത പഠനത്തിനു പകരം കുട്ടികളുടെ സ്വാഭാവികമായ വികാസം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി അവിടെ അവതരിപ്പിക്കുകയുണ്ടായത്. അതുപോലെ തന്നെ മോണ്ടിസോറി പാഠ്യപദ്ധതിയിലെ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. അതായത് തയ്യാറാക്കിയ പരിസ്ഥിതിയിൽ പ്രിപ്പയർഡ് എൻവയോൺമെൻറ്റ്, കുട്ടികളുടെ വലിപ്പത്തിനനുസരിച്ച് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ എളുപ്പത്തിൽ എത്തിപ്പിടിക്കാവുന്ന പഠന സാമഗ്രികൾ, ക്രമമായിട്ടുള്ള ക്രമീകരണം, ഇതെല്ലാം എന്താണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് സെൻസറി വിദ്യാഭ്യാസം, അതായത് കാഴ്ച, സ്പർശനം, ശ്രവണം, രുചി, ഗന്ധം എന്നിവ ഉപയോഗിച്ച് പഠനത്തിന് പ്രാധാന്യം നൽകി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സെൻസറി മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങൾ പരിഷ്കരിക്കാൻ സഹായിക്കുന്നതായിരുന്നു മോണ്ടിസോറി മെത്തേഡ്സിൽ. അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നു. അതായത് കുട്ടികൾക്ക് സ്വന്തം പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുമ്പോൾ അവർ ഉത്തരവാദിത്വബോധം ഉള്ളവരായി മാറുന്നു എന്ന് ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നു. അതിലൂടെ അവർക്ക് സ്വയം നിയന്ത്രണവും ആത്മവിശ്വാസവും വികസിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ മോണ്ടിസോറി വിദ്യാഭ്യാസം ആഗോള വിപ്ലവം അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും തന്നെ എത്തപ്പെടുകയുണ്ടായി. എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. വിദ്യാഭ്യാസത്തിൽ ലോകവ്യാപകമായ പ്രസ്ഥാനം, അതായത് മോണ്ടിസോറി രീതി അതിവേഗം ലോകമെമ്പാടും വ്യാപിച്ചിരുന്നു. യൂറോപ്പ്, അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡത്തിലെ 110-ലധികം രാജ്യങ്ങളിൽ ഇന്ന് മോണ്ടിസോറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. യുനെസ്കോ, യൂണിസെഫ് എന്നീ അന്താരാഷ്ട്ര സംഘടനകൾ മോണ്ടിസോറി വിദ്യാഭ്യാസത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. ദരിദ്ര രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വികസനത്തിന് മോണ്ടിസോറി മാതൃക കാണിക്കുകയുണ്ടായി. ഈ വ്യക്തിത്വം വളർത്താൻ വേണ്ടിയിട്ട് മോണ്ടിസോറി എങ്ങനെയൊക്കെയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം, അതായത് ഭൗതിക വിദ്യാഭ്യാസം, അതായത് ചിന്തിക്കാനും പ്രശ്നപരിഹാരം ചെയ്യാനുള്ള കഴിവുകൾ, വൈകാരികമായിട്ടുള്ള വളർച്ച, സ്വയം നിയന്ത്രണവും സഹാനുഭൂതിയും, സാമൂഹികമായിട്ടുള്ള കഴിവുകൾ, അതായത് സഹകരണവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം, ശാരീരിക പരിപാലനം,
സൃഷ്ടിപരത, അതായത് കലാത്മകമായിട്ടുള്ള നൂതനപരമായ ചിന്തയും അല്ല. മോണ്ടിസോറി വിദ്യാഭ്യാസം കുട്ടിയുടെ സമഗ്ര വികാസ ലക്ഷ്യം വയ്ക്കുന്നു. അതായത് ഒരു കുട്ടിയുടെ ആകമാനമായിട്ടുള്ള വളർച്ചയെയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു നിർദ്ദേശകനല്ല, മറിച്ച് കുട്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചയെ നിരീക്ഷിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ഗൈഡാണ്. പ്രതിസന്ധികളും വിജയങ്ങളും 1922, 1934 കാലഘട്ടങ്ങളിൽ മുസോളിനിയുടെ ഇറ്റലി, അതായത് ഫാസിസ്റ്റ് ഭരണം മോണ്ടിസോറിയുടെ സ്കൂളുകൾ അടിച്ചുപൂട്ടി. സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ചിന്തയെയും എതിർക്കുന്ന സർക്കാർ നയം അവരുടെ പ്രവർത്തനത്തെ തടയുകയുണ്ടായി. എന്നിരുന്നാലും 1936-46 കാലത്ത് ഇന്ത്യയിൽ അഭയം നേടുകയുണ്ടായി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യയിൽ താമസിച്ച അധ്യാപകരെ പരിശീലന പരിപാടികൾ നടത്തി. അവിടെ വെച്ച് അവർ തൻ്റെ തത്വചിന്തകളെ കൂടുതൽ പരിഷ്കരിക്കുകയുണ്ടായി. 1940കളിൽ സമാധാനത്തിനുള്ള പ്രവർത്തനം, അതായത് നോബൽ സമ്മാനത്തിന് 3 തവണ നാമനിർദ്ദേശം കൊടുക്കുകയുണ്ടായി. 1949, 50, 51 കാലങ്ങളിൽ വിദ്യാഭ്യാസത്തിലൂടെ ലോക സമാധാനം സാധ്യമാക്കാൻ പ്രവർത്തിച്ചു. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിനും സാമൂഹിക നീതിക്കും വേണ്ടിയുള്ള അവരുടെ സമരം ജീവിതകാലം മുഴുവൻ തുടർന്നു. 82-ാം വയസ്സിൽ 1952 അന്തരിക്കുകയും കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ഏർപ്പെടുത്തിയിരുന്നു. മോണ്ടിസോറിയുടെ പൈതൃകം ഇന്ന് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം. ഇന്നലെ പല നൂതന വിദ്യാഭ്യാസ രീതികളും മോണ്ടിസോറി സ്വാധീനം കാണാം. കുട്ടി കേന്ദ്രീകൃത പഠനം, പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ്, വ്യക്തിഗത പുരോഗതി എന്നിവ ആശയങ്ങൾ ഇവരുടെ തത്വങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇനി ഇന്ത്യയിൽ വ്യാപകമായത് എപ്പോൾ? ഇന്ത്യയിലെ പ്രമുഖ നഗരങ്ങളിൽ 100 കണക്കിന് മോണ്ടിസോറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. മധ്യവർഗ രക്ഷകർത്താക്കളിൽ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട, അതുപോലെ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വതന്ത്ര ചിന്തനയെ വാർത്തെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ്. സമൂഹത്തിന് വലിയൊരു സംഭാവന തന്നെയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഡോക്ടർ മരിയ മോണ്ടിസോറി പറയുന്നത്, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം നൽകുക, അവർ ലോകം മാറ്റും എന്നാണ്. ഓരോ കുട്ടിയും അതുല്യർ. അതുപോലെ തന്നെ അവർക്കുടെ സ്വപ്നങ്ങളുടെ ലോകം എങ്ങനെയാണ്, നമ്മുടെ ഉത്തരവാദിത്തം എന്തെല്ലാമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും മോണ്ടിസോറി മെത്തേഡ് വളരെ